പറ്റുന്ന ഒരു വിഷയത്തെ വേറെ എത്ര മുടികളുണ്ട് അതൊക്കെ കത്തുന്നു, എന്നാൽ ഇത് കത്തുന്നില്ല എന്ന് നമുക്ക് ലോകത്തോട് വെല്ലുവിളിക്കാം. അത് ഇസ്ലാമിനുണ്ടാവുന്ന വലിയൊരു വിജയമായിരിക്കും. അത് നമ്മുടെ മുടിയാണെന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി തയ്യാറാവുക, അതല്ലെങ്കിൽ ഈ വിഷയത്തിന് പിന്മാറുക. ഈ അവരുടെ സംഘടനയിൽ തന്നെ ബഹുഭൂരിഭാഗം ആളുകളും അതിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് എന്ന വിഷയമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് കേരള മുസ്ലിങ്ങളിൽ 98% അത് വ്യാജമുടിയാണെന്നുള്ള കാര്യം ഉറപ്പിച്ചവരാണ്. ഇനി മറ്റവർക്കും 2% ഉണ്ടാവില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ 2% നീക്കി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരാണ്. നമുക്ക് ഈ ലോകത്ത് മാത്രം ജീവിച്ചാൽ പോരല്ലോ, സുദീർഘമായ ഒരു ജീവിതം വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമലുകളിൽ നിന്ന് അവർക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് അമലില്ല എങ്കിലോ അവരുടെ ശിക്ഷയിൽ നിന്ന് ഇതിന്റെ തോതനുസരിച്ച് നാം ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ നിയ്യത്തിൽ വല്ല കളങ്കവും ഉണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയും പൂർണ്ണമായ ഇഖ്ലാസ് ഈ വിഷയത്തിൽ നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ എന്ന് വീണ്ടും വീണ്ടും ദുആ ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് അല്ലാത്ത ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് ആണ് എന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കൽ തങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണ്, ഇസ്ലാമിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണ്. ആ ഒരു ബാധ്യത നിറവേറ്റുന്നു എന്ന നിയ്യത്ത് വീണ്ടും വീണ്ടും പുതുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല നിയ്യത്ത് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മൈക്ക് കൈമാറുകയാണ്. പിന്നെ ഞാൻ തന്നെ എപ്പോഴും ഇതിലുണ്ടാവും. അബൂറാജൊക്കെ ഉണ്ടല്ലോ, അബൂറാജ്, ഞാൻ എന്റെ ഈ സംസാരത്തോടു കൂടി വിഷയം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി പിന്നെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അബൂറാജി എന്ന ഐഡിയുള്ള സഹോദരൻ മറുപടി പറയും. ഈ മറ്റുള്ള എല്ലാവർക്കും മൈക്ക് എടുക്കാനും വേണ്ടിയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരും മൈക്ക് ചാടരുതെന്ന് ആവശ്യപ്പെടുകയാണ്. അഡ്മിന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുകളിലുള്ള ആളുകൾക്ക് മാത്രം ക്യൂ അനുസരിച്ച് മൈക്ക് എടുക്കുക. അവരുടേത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ചോദ്യം ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആർക്കും ഒന്നും നേടാനില്ല സഹോദരന്മാരെ, നമുക്കാർക്കും ഒന്നും നേടാനില്ല. പിന്നെ ഇനിയിപ്പോ ഈ വിഷയമുണ്ട്, ബഹുമാനപ്പെട്ട മറുപക്ഷത്തുള്ള വലിയവരോടും ചെറിയവരോടൊക്കെ നമുക്ക് വളരെ താഴ്മയോടുകൂടി ആവശ്യപ്പെടാനുള്ളത്, ഇത് ഈ സത്യം ബോധ്യപ്പെട്ടാൽ പിന്നെ അതിന് പിന്മാറുന്നതിൽ നമുക്ക് ആർക്കും ഒരു അഭിമാനക്കുറവും നോക്കേണ്ടതില്ല. അത് അഭിമാനമാണ്. സത്യമാണെന്ന് ആദ്യം മനസ്സിലാക്കി പിന്നീട് അത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ ഇതാ പിന്മാറുന്നു എന്ന് പറയുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനമാണ്, അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള ഒരു കാര്യവുമാണ്. അതിലേക്ക് വരും എന്ന് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് പിന്തുടരുവാൻ ഉള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹഖ് പിൻപറ്റുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും. ആരും മൈക്ക് എടുക്കാത്തതുകൊണ്ട് എടുത്തതാണ്. ഞാൻ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ റിലീസ് ചെയ്യാൻ മൈക്ക. ആരും എടുക്കാത്തതുകൊണ്ട് എടുത്താണ്. ആരും എടുക്കാനുണ്ടോ? മൈക്ക് ഞാൻ റിലീസ് ചെയ്യാം. എനിക്ക് പിന്നെ എൻ്റെ ഓക്കെ മൈക്ക് റിലീസ് ചെയ്യാം. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സിറാജ് മുഹമ്മദ് എന്നുള്ള ഐഡിയിൽ ആൾക്ക് ഡോട്ട് മാറ്റിയിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സിറാജ് തങ്ങൾ അരീക്കോട്, തങ്ങൾക്ക് മൈക്കിലേക്ക് വരാം. എന്റെ എടുക്കണില്ലെങ്കിൽ തൊട്ടപിന്നിലുള്ള സിറാജ് തങ്ങൾ മൈക്കിലേക്ക് വന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സിറാജ് അരീക്കോട് അവിടെ ഉണ്ടാ? സിറാജ് തങ്ങൾ അവിടെ ഉണ്ടാ? ഇല്ലെങ്കിൽ എല്ലാവർക്കും ഡോട്ടിട്ട് താഴെ ഇറക്കണം. റൈസ് ഹാൻഡ് ചെയ്ത് നിൽക്കുമ്പോ ആളുകള് ധരിക്കും ആളുണ്ടാവും എന്ന് കരുതും. സിറാജ് അവിടെ ഉണ്ടാ? സിറാജ് അരീക്കോട് ഇല്ല, സിറാജ് ഇല്ല. അദ്ദേഹത്തോട് ഒഴിയൊക്കെ. ബാച്ചീസ് എന്താ? ബച്ചീസ് അവിടെ ഉണ്ടാ? ബറ്റില്ല, ഒഴിവാക്കുക. റഷീദ് ഉണ്ടല്ലോ കല്ലേരിക്ക് വേണ്ടി. റഷീദ് കല്ലേരി ഉണ്ടല്ലോ അല്ലേ? റഷീദ് കല്ലേരി ഇല്ലാതെ റൈസ് ഹാൻഡ് ചെയ്ത് പോകില്ല, ഉണ്ടാവില്ല അല്ലേ? റഷീദ് കല്ലേരി അവിടെ ഉണ്ടാ? ഓക്കെ, മൈക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. റഷീദ് കല്ലേരിക്ക് വേണ്ടി മൈക്ക് കൊടുക്കുന്നു. റഷീദ് കല്ലേരിന്റെ സംസാരത്തിന് ശേഷം പിന്നെ ആരാണ് ചെണ്ട? എനിക്ക് കുറച്ചൊരു പണിയുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ
അബൂറാജിനില്ല അവിടെ, അബൂറാജിന്റെ ഡോട്ട് ഒഴിവാക്കി ഉണ്ടല്ലോ, അബൂറാജി അവിടെ അല്ലേ? അബൂറാജിന്റെ നഷ്ടടിക്കണം ഇല്ല, ഏതാണ്ട് ശരി. റഷീദ് കല്ലേരി, ഓക്കെ, റഷീദ് കല്ലേരിക്ക് ശേഷം അബൂറാജി മൈക്കെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് ഇവിടെ പറയുകയുണ്ടായി, പിന്നെ യഥാർത്ഥത്തിൽ ഷെയറെ മുബാറക്ക് അതൊന്ന് പരസ്യമായിട്ട് അസ്തഗ്ഫിറുല്ലാഹ് കത്തിച്ചു നോക്കിയാൽ മറ്റുള്ള എല്ലാവർക്കും അത് ബോധ്യപ്പെടും. അപ്പൊ നബി സല്ലല്ലാഹു മറ്റുള്ള മുടികളൊന്നും കത്തുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയെ കത്തുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള മുടികളൊന്നും കത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ഇസ്ലാമിന് വലിയ ഒരു നേട്ടമായിക്കൂടെ എന്ന് നല്ല ഒരു ശുദ്ധിയോട് കൂടിയിട്ട് ആ നൂർ ഫൈസി ഉസ്താദ് പറയുകയുണ്ടായി. എന്നാൽ ലോകത്ത് ഇപ്പം എ പി ഉസ്താദിന്റെ അടുത്ത് കിട്ടിയത് മാത്രം എന്താ ഇത്ര നല്ലൊരു ബുദ്ധി തോന്നാൻ എന്നാണ് സംശയം. കാരണം പിന്നെ യഥാർത്ഥത്തിൽ വെല്ലൂരിലുള്ള മുടിയെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഇസ്ലാമിന് നേട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ആരും ഇതുവരെ ആലിമീങ്ങളൊന്നും കത്തിച്ച് നടന്നിട്ടില്ല, കത്തിക്കാൻ വേണ്ടി ആരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അതേ സ്ഥാനത്ത് ഇന്ന് ഷെയറെ മുബാറക്ക് ഇപ്പൊ അമ്പലക്കടവിന്റെ അടുത്ത് കിട്ടിയപ്പം അത് പൊന്നുപോലെ യഥാർത്ഥത്തിൽ കൊണ്ടുപോയിട്ട് ഏതോ ഒളിസങ്കേതത്തിലോ മറ്റോ സൂക്ഷിച്ചിരിക്കുകയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ അത് തെളിയിക്കാൻ പോലും മറ്റേ എപ്പിക്കാറും വരട്ടെ എന്നുള്ള നിലക്കാണ് നിങ്ങളുടെ സംസാരം യഥാർത്ഥത്തിൽ പോകുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഷെയറെ മുബാറക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്നുള്ളത് ഇപ്പം ജനങ്ങളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അത് അതുകൊണ്ട് കളിക്കാൻ നിങ്ങൾ തയ്യാറാവാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് വെല്ലൂരിലെ മുടി വാങ്ങിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ പണ്ഡിതന്മാർക്ക് ഇത് കത്തിച്ച് നടന്ന എല്ലാവർക്കും കാണിച്ചു കൊടുക്കാമായിരുന്നില്ലേ? അതുപോലെ തന്നെ ഷെയറെ മുബാറക്ക് ആദരിക്കണമെങ്കിലും ബഹുമാനിക്കണമെങ്കിലും ശരിയായ സനദ് വേണം എന്നുള്ള ഒരു നിയമം ഇസ്ലാമിലുണ്ടോ? അതാണ് എനിക്ക് കേൾക്കേണ്ടത്. ഷെയറെ മുബാറക്ക് ആദരിക്കണമെങ്കിലും ബഹുമാനിക്കണമെങ്കിലും സനദ് ഇല്ലാത്ത ഷെയറെ മുബാറക്കിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അല്ലെങ്കിൽ അവനിക്ക് ശിക്ഷ കിട്ടും എന്നുള്ള വല്ല വിധിയും ഇസ്ലാമിലുണ്ടോ? അതാണ് കേൾക്കേണ്ടത്. അതോടൊപ്പം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സ്നേഹിതന്റെ ഒരു ചോദ്യം, വെല്ലൂരിലെ മുടി കത്തിച്ചു നോക്കിക്കൂടെ എന്നാണ്. സ്നേഹിത, വിവാദമാകുമ്പോഴോ സംശയമാകുമ്പോഴോ ആണ് പരീക്ഷണങ്ങൾ നടത്താറുള്ളതും നടത്തിയിട്ടുള്ളതും. ഇന്ത്യ രാജ്യത്ത് തന്നെ മുഗൾ രാജവംശ കാലഘട്ടത്തിൽ ഔറംഗസീബിന്റെ കാലത്ത് ഹസ്രത്ത് ബാൽ മസ്ജിദിലെ മുടി നഷ്ടപ്പെടുകയും പിന്നീട് അത് തിരിച്ചു കിട്ടിയപ്പോൾ ആളുകൾ സംശയം പ്രകടിപ്പിച്ചപ്പോൾ അന്നത്തെ രാജാവായിരുന്ന ഔറംഗസീബ് ഈ പറയപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തിയതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇന്ന് നിലവിൽ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ മറ്റുള്ള തിരുശേഷിപ്പുകളൊന്നും ഇതുപോലെ ആളുകൾ സംശയം പ്രകടിപ്പിച്ചവയല്ല. എന്നാൽ 10,000-കണക്കിന് കേശങ്ങൾ സൂക്ഷിച്ച ജാലിയവാല 1400 വർഷത്തിന് ശേഷം നാം ഓർക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിന് ശേഷം 50 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അന്നത്തെ ആളുകൾ ഒരു മുടി കിട്ടിയിരുന്നെങ്കിൽ ലോകത്തുള്ള മുഴുവൻ സമ്പത്തും കിട്ടുന്നതിനേക്കാൾ എനിക്ക് പ്രാധാന്യം അതായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര വിരളമായിരുന്നു ഷഹർ മുബാറക്കുകൾ അല്ലെങ്കിൽ തിരുശേഷിപ്പുകൾ ആ കാലഘട്ടത്തിൽ എന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതിനുശേഷം 1400 കൊല്ലം കഴിഞ്ഞപ്പോൾ 5500 രൂപയ്ക്ക് 7 മുടി കിട്ടുന്നുവെങ്കിൽ ഈ മുടിയുടെ മൂല്യം സംശയിക്കപ്പെടേണ്ടതല്ലേ? അതുകൊണ്ട് തീർച്ചയായും പരീക്ഷണം നടത്തേണ്ടത് വിവാദമാകുമ്പോഴും സംശയം വരുമ്പോഴുമാണ്. ഇവിടെ സംശയം ഈ മുടിയുടെ കാര്യത്തിലാണ്. മാത്രമല്ല, നിങ്ങളുടെ പ്രാസംഗികനായ നൗഷാദ് ഹസനി ബോംബെയിൽ പോയി നേരിട്ട് കണ്ടതാണ് അതിന് നിഴലില്ല എന്ന്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് പരീക്ഷണത്തിന് ആയിക്കൂടാ? ജാലിയവാല തന്നെ പരീക്ഷണം നടത്തിക്കൊണ്ടാണ് ഇത് കൊടുക്കുന്നതും എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? എന്നാ പിന്നെ എന്താ പരീക്ഷണം നടത്തുന്നതിലുള്ള ബുദ്ധിമുട്ട്? അതുപോലെ സനദ് വേണോ വേണ്ടേ എന്നുള്ളത്, അതിനുള്ള മറുപടി ഉസ്താദുമാർ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. ഇനി വേണമെങ്കിൽ നൂർ ഫൈസി ഉസ്താദ് ഒരിക്കൽ കൂടി അതിന് മറുപടി പറയും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റാഷി ഹസൻ എന്ന് പറഞ്ഞ ഐഡിയിലുള്ള ആളെടുത്തോളി. ഇദ്ദേഹത്തിന് ഡോട്ട് ഉണ്ടോ? റാഷി ഹസൻ, കല്ലേരി അവിടെ നിൽക്കുക. കല്ലേരിന്റെ സ്ഥിരം സ്വഭാവം എടുക്കരുത്. ഒരു ചോദ്യം ചോദിച്ചു, എല്ലാവർക്കും മിക്ക് വേണ്ടി വരും. ഓരോരുത്തരുടെ അഭിപ്രായം പറയട്ടെ. നിങ്ങളിപ്പം തന്നെ ഒരു എന്താ പറയേണ്ടത് അറിയാതെ ഇങ്ങനെ ആകെ ഇങ്ങോട്ട് വിരകാണ്. അപ്പോ ഒരു കേട്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ നിൽക്കി. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ റഷീദ് കല്ലേരിന്റെ ചോദ്യത്തിൽ അത് ഒന്നും ബാക്കിയുണ്ട്. അത് എന്താണ്, സനദ് ഇല്ല എങ്കിൽ അതുകൊണ്ട് ബർക്കത്തെടുക്കുന്നത് കൊണ്ട് വല്ല വിരോധവും ഉണ്ടോ എന്നാണ്. സനദിന്റെ വിഷയമല്ല സഹോദര അവിടെ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് അല്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് ആണ് എന്ന് പറയല് നരകം പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത് ഫൽയതബവ്വഅ മഖഅദഹു മിനന്നാർ എന്നാ. അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. ഈ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് ഉറപ്പാണ്. ഒരു ശതമാനം പോലും സംശയമില്ലാതെ ഉറപ്പാണ് റസൂലുള്ളാഹിന്റെ മുടിയല്ല എന്ന്. അതല്ല ഇപ്പൊ ഞങ്ങൾക്ക് ഇത്ര ഒരു ധൈര്യം. നിങ്ങൾക്ക് ഉറപ്പാണ്, കാന്തപുരത്തിന് ഉറപ്പാണ് അത് റസൂലുള്ളാഹിന്റെ മുടിയല്ല എന്നുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തെ റസൂലുള്ളാഹിന്റേതാണ് എന്ന് പറയല് ഫൽയതബവ്വഅ മഖഅദഹു മിനന്നാർ എന്നാണ്. നരകത്തിൽ അവന്റെ സീറ്റ് അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ. അതാണ് ഇവിടെ വിഷയം. അതിനെക്കുറിച്ച് ബർക്കത്ത് കൊടുക്കലും മറ്റൊന്നല്ല. ബർക്കത്ത് എടുക്കണമെങ്കിൽ ആദ്യം റസൂലുള്ളാഹിന്റെ ആണ് സ്ഥിരപ്പെടണ്ടേ. റസൂലുള്ളാഹിന്റെ സ്ഥിരപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹിന്റെ എല്ലാ കാര്യം ഉറപ്പുമാണ്. അതുകൊണ്ട് തന്നെ അത് ബർക്കത്ത് എടുക്കാനും പറ്റൂല. അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ റാഷി ഹസൻ ഉണ്ടല്ലോ, റാഷി ഹസൻ മൈക്കിലേക്ക് വരിക. എന്താണ് നിങ്ങൾക്ക് എത്ര ധൈര്യത്തിലാണ് നമ്മുടെ ഈ വെല്ലുവിളി? അത് സ്വീകരിക്കാൻ തയ്യാറാണില്ലല്ലോ, അതല്ലേ? എത്ര ധൈര്യത്തിലാണ് ഈ വെല്ലുവിളി? റാഷി ഹസൻ അല്ലേ? ഓക്കെ, ഞാൻ മൈക്ക് കൈമാറുന്നു റാഷി ഹസന്. ഹലോ, കേൾക്കോ? കേൾക്കാമോ? രസടിക്കാരെങ്കിൽ ഓക്കെ. പിന്നെ ജാലിയൻവാലന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ കൊണ്ടുവന്ന ഷാറെ മുബാറക്ക്, ആ ഷാറെ മുബാറക്ക് അല്ല എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് മുമ്പിൽ പരസ്യമായിട്ട് അതൊന്ന് കത്തിച്ച് കാണിച്ചു കൊടുക്കാൻ എസ് കുട്ടികൾ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെയുള്ള ഷാറെ മുബാറക്ക് ഉറപ്പാണ്, അത് എല്ലാ തെളിവുകളും അതിന്റെ സനദുകളും ഒക്കെ ഉണ്ട്, അത് ഷാറെ മുബാറക്കാണ് എന്ന് സ്ഥിരപ്പെട്ടതാണെന്ന് ഞങ്ങൾ എന്നും പറയുന്നതാണ്. അതിന്റെ തെളിവുകളൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഉള്ളതും ആണ്. എന്നാൽ അതും നിങ്ങളുടേത് വെല്ലൂരിലേതും കത്തിച്ചു നോക്കണത് വേറെ വിഷയം. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള മുടി പരസ്യമായി അത് കത്തുന്നു എന്ന് പറഞ്ഞ്, ഏതായാലും നിങ്ങൾക്കത് ആവശ്യമില്ല, കാരണം നിങ്ങൾ ഷാറെ മുബാറക്കാണെന്ന് വിശ്വസിക്കാത്തവരാണ്, അതൊന്ന് പരസ്യമായി നിങ്ങൾക്ക് കത്തിച്ച് കരിച്ച് കാണിച്ചു കൊടുത്തുകൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ആ സ്നേഹിതന്റെ ചോദ്യം, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ സംശയമില്ല സ്നേഹിത, അത് ഷെഹറെ മുബാറക്ക് അല്ല എന്നുള്ളത്. നിങ്ങൾക്കത് ഷെഹറെ മുബാറക്ക് ആണ് എന്നതിൽ ഇവിടുത്തെ ജനങ്ങൾക്കാണ് സംശയം. അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളതാണ്. ഷെഹറെ മുബാറക്ക് ആണെങ്കിൽ അതുകൊണ്ടാണല്ലോ നൗഷാദ് ഹസനി അവിടെ കുട്ടികളെ വെല്ലുവിളിച്ചത്. ഞാൻ ബോംബെയിൽ പോയി കണ്ടു, ജാലിയൻവാല കാണിച്ചു തന്നു, അതിന് നിഴലില്ല. അതുപോലെ മരങ്ങൾക്ക് ചില്ലകൾ വെക്കുന്നത് പോലെ ചില്ലകൾ ഉണ്ടായത് ഞാൻ കണ്ടു എന്നെല്ലാം പറഞ്ഞത് ഹസനയല്ലേ? അപ്പൊ പരീക്ഷണങ്ങൾ അവിടെ നടത്തിയിട്ടല്ലേ ഇത് കൊടുത്തത്? എന്നാ പിന്നെ എന്തുകൊണ്ട് പരീക്ഷണത്തിന് തയ്യാറായിക്കൂടാ? പിന്നെ ഞങ്ങൾക്ക് സനത്, ഞങ്ങളടുത്ത് വിശദമായ സനതുണ്ട്. ഏതാണ് നിങ്ങളുടെ സനത്? ഈ മുടിക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു സനതുണ്ടല്ലോ, അതിൽ തന്നെ എത്ര വൈരുദ്ധ്യങ്ങളാ. ഇവിടെ പറഞ്ഞു ബറക്കാത്തി സയ്യിദന്മാരിൽ നിന്ന് ഡൽഹിയിലുള്ള അവരുടെ കുടുംബ പരമ്പരയിലൂടെ കിട്ടിയതാണ്. കളവല്ലേ സ്നേഹിത? അത് ജാലിയൻവാല ബറക്കാത്തി സയ്യിദാണോ? ഈ എഴുതി വെച്ച ആ സനദിൽ ബറക്കാത്തി സയ്യിദന്മാരുണ്ടോ? മാത്രമല്ല, ഡൽഹിയിൽ എത്ര പ്രാവശ്യം പറഞ്ഞു? ജനുവരിയിൽ രണ്ടാമത്തെ മുടി കൈമാറുന്ന വേളയിൽ തന്നെ പേരോട് പ്രസംഗിച്ചത് എന്താണ്?
ആദ്യമായി